ഒരുപാടായല്ലോ. കുക്കിക്ക് ഇതിലിട്ട് എഴുന്നേക്കാറായില്ലേ? കുക്കി എഴുന്നേക്കുന്നുണ്ടോ? നിനക്കിന്ന് കോളേജിലൊന്നും പോകണ്ടേ? നിന്നെ വഷളാക്കി വെക്കുന്നത് ഞാനാന്നാ എല്ലാരും പറയുന്നത്. എത്ര നേരായി? എന്തിനാ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നേട്ടാ? ഞാൻ ബഹളം വെക്കുന്നതിനാണോ? നീ നേരത്തെ കാലത്ത് എഴുന്നേൽക്കുന്നതിനൊന്നുമില്ലല്ലേ? എക്സാം വരുന്നത് മര്യാദക്കിരുന്ന് പഠിച്ചൂടെ? നിനക്ക് അബ്രോഡിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ലേ? എബ്രോഡിൽ പോണെന്നുള്ളത് എന്റെ ആഗ്രഹമല്ല, അത് തീറ്റയുടെ മാത്രം ആഗ്രഹം. അത് എന്റെ തല കെട്ടിവെച്ച് എന്നെ അടിച്ചേൽപ്പിക്കുക. ഈ കൊച്ചു പിള്ളേരൊക്കെ തേത്തേ വിളിയൊന്നും നിർത്ത്. ഞാൻ നിന്റെ ചേട്ടനാ, അതിന്റെ ബഹുമാനം എനിക്ക് തന്നൂടെ നിനക്ക്? ഏത് വകയില് ചേട്ടൻ? നമ്മള് തമ്മിൽ ഫ്രണ്ട്സാ, അല്ലാതെ ബ്രദേഴ്സ് അല്ല. ഫ്രണ്ട് മാത്രമല്ല, ഞാൻ നിന്റെ ബ്രദറും കൂടിയാ. അച്ഛനബി മരിക്കുമ്പോ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. നിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് ഞാൻ നിറവേറ്റും. അതിന് നീ അബ്രോഡിൽ പോയേ പറ്റൂ. തെതിക്ക് ഭാവിയൊന്നുമില്ലേ? എനിക്ക് മാത്രമേ ഭാവിയുള്ളൂ. തേത്തെ, നമ്മൾ രണ്ടുപേരും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളല്ല. തേത്തേന് ദത്തെടുത്ത് കൊടുക്കുന്നത് എനിക്ക് ബ്രദറായിട്ടായിരിക്കും. പക്ഷെ എനിക്ക് ആനൊരു ബ്രദറെ താല്പര്യമില്ല. ഞാൻ പോണു. അപ്പോ ഞാൻ അവന് ആരുമല്ലേ? എനിക്ക് തേത്തെ ഒരുപാട് ഇഷ്ടം. ബായ്. ഓ, ഗുഡ് മോർണിംഗ് എവരിബഡി. ക്ലാസ് സ്റ്റാർട്ട് ആയില്ലേ? ഇജ് വന്നോ? ഇന്ന് ക്ലാസ് ഇല്ല. എല്ലാ കോളേജിലും സ്റ്റുഡൻസ് ഇല്ലേ ക്ലാസ് കട്ടടിക്കുന്നേ? ഇവിടെ പ്രൊഫസർമാരാ. നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ടിരിക്കാം. ജിമ്മി, നിനക്കിത് മുന്നേ വിളിച്ച് പറയാറുന്നല്ലേ? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു. തേയുള്ളതാണ് വീട്ടില്. എടാ, എപ്പോഴും നിന്റെ ചേട്ടന്റെ കൂടെയല്ലേ? കുറച്ച് ഞങ്ങളുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യടാ. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് എന്ത് കിട്ടാനാ? എടാ, എന്ത് കിട്ടാനാന്നോ? പുറത്ത് അടിച്ചു പൊളിക്കാം, സിനിമയ്ക്ക് പോവാം, പിന്നെ വായനോട്ടം ഉണ്ടല്ലോ. വായ നോക്കി അതിന്റെ നാട്ടം നിങ്ങൾ തന്നെ അറിഞ്ഞാ പോരെ. എന്നെ എന്തിനാടാ കൂട്ടുപിടിക്കുന്നത്? എനിക്ക് ആ പരിപാടിക്കൊന്നും താല്പര്യമില്ല. എന്തോന്നടേ, അനക്ക് ഒരു മോഹം വികാരമൊന്നും ഇല്ലേ? എത്ര പെൺപിള്ളേരാ എന്റെ പിറകെ നടക്കുന്നത്. അതിൽ ഒരെണ്ണം എന്റെ പിറകെ നടന്നിരുന്നെങ്കിൽ. ജെമി പറഞ്ഞാൽ എത്ര പേരുടെ തന്റെ പുറകെ നടക്കുന്നു? ഒരെണ്ണത്തെ സെലക്ട് ചെയ്തൂടെ? എടാ, എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നിട്ട് ഞാൻ വായ നോക്കാതിരിക്കുന്നുണ്ടല്ലേ? ഈ ചെകുത്താൻ ഒരു പെണ്ണ് കിട്ടി. കണ്ണില്ലാത്ത പെങ്കൊച്ചാന്ന് തോന്നുന്നു ഇവനൊക്കെ സ്നേഹിച്ച പെണ്ണിന്റെ ഗതികേട്. അവൾക്ക് കണ്ണുണ്ട്. അവൾക്ക് മാത്രമല്ല, ഇവിടെ മറ്റുള്ള പെൺപിള്ളേർക്കുണ്ട്. അതാണ് എനിക്ക് ഇതുവരെയായിട്ട് പെണ്ണ് കിട്ടാത്തത്. കൂരിട്ടടക്കെ ചോളി, നമ്മുടെ ഹൈറ്റിനെ കുറിച്ച് വല്ലതും പറഞ്ഞാണ്ടല്ലോ. എന്റെ ഹൈറ്റ് വിട് നീ. എന്റെ ഫേസ് ആൻഡ് ലുക്ക് നോക്കടാ. ഐ എം എ ഹോട്ട് ആൻഡ് ക്യൂട്ട് ഫേസ് ആൻഡ് നിന്നെ പോലെ അല്ല. നീ കൂട്ടായതുകൊണ്ട് തന്നെയാ നിന്നെ എല്ലാവരും ഒരു ബ്രദറിനെ പോലെ കാണുന്നത്. കൂടി ചെയ്താനേ നമ്മളെങ്ങനെ പറയാൻ? തിരുക്കൊരുക്കുന്ന ഒരു മാനച്ചാച്ചിയില്ലേ? നമ്മൾ ഇന്നോട് അടുത്തൊന്നും മിണ്ടൂല. ഓക്കെ, അന്റെ മുഞ്ചത്തെ എങ്ങനെ വേണം പറ. മൊഞ്ചത്തെ കുറിച്ച് പറ. മൊഞ്ചത്തെ കുറിച്ചല്ല, മഞ്ചനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. എനിക്കൊരാളെ ഇഷ്ടം. അത് ഗേളല്ല, ബോയാ. ഞങ്ങളുടെ പറച്ചോനെ എന്തായി കേക്കണേ? ചുമ്മാ വെറുതെ ഇല്ലടാ. എന്റെ പറച്ചോനാണേ സത്യം. എനിക്കിഷ്ടം ഒരു ബോയിനെ. അയ്യോ അയ്യോ, എന്റെ നെഞ്ചു പിടിക്കുന്നു. തിന്നോന്നാണ് അതൊക്കെ. സത്യമാണോ? നിനക്കൊന്നും ഇപ്പോഴും വിശ്വാസമായില്ലേ? എന്റെ തീയതനാണ് സത്യം കിട്ടും. അന്റെ മനസ്സിലും മഞ്ചും ഞമ്മളൊന്നല്ലല്ലോ. ഞമ്മക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല കേട്ടോ. അയ്യടെ മനമേ, കൂരിയടക്ക് നിന്റെ മോഹം കൊള്ളല്ലോ. നീ എന്റെ മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിൽ വേറെ ആളാ. നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊന്നും വിചാരിക്കാൻ മതി. ഞാൻ നിന്റെ ബ്രദറും ബെസ്റ്റ് ഫ്രണ്ടുമാണ്. അണ്ടർസ്റ്റാൻഡ്? അയ്യോ പാവം, മനസ്സിൽ എന്തോ പ്രതീക്ഷിച്ച് ചോദിച്ചതാന്ന് തോന്നുന്നു. തിരിച്ചടി കിട്ടി. അവനെ പോലും വേണ്ടല്ലോടാ നിന്നെ. മരിയുടെ ചേത്താന്മാരെ, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് എന്നെ അപമാനിച്ച് തീർന്നില്ലേ? ആരെ കൂക്കിയാ ചെറുക്കൻ? ഇപ്പൊ എല്ലാം തുറന്ന് പറയാനുള്ള സമയമായിട്ടില്ല. സമയമാവട്ടെ, അപ്പൊ പറയാം. കുക്കി, ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളിയായി പോകുന്നു. പകുതി പ്രൊഫസർമാരൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കുവോ. ബാക്കി കുറച്ചൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കും. നീ പാല് കുടിച്ച തേത്തേ. കുക്കി, നീ എന്നെ കൊച്ചു കുട്ടികളെന്ത് എന്നെ ട്രീറ്റ് ചെയ്യല്ല. ഞാൻ നിന്റെ ചേട്ടനാ. എനിക്ക് ഈ പാലൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. നീ എന്തിനാ ഈ രാത്രി എന്നെ ഈ പാല് കുടിപ്പിക്കുന്നേ? ഇഷ്ടമല്ലെങ്കിലും കുടിക്കണം. എന്നെ കണ്ടില്ലേ, നല്ല മസിൽസ് ഒക്കെ ഉണ്ട്. കാണുന്നവരൊക്കെ എന്നെ തന്നെ ചേട്ടെന്ന് വിചാരിക്കുന്നത്. തേത്തെ കണ്ട അനിയനായിട്ടും മര്യാദയ്ക്കുള്ള പോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല, വർക്കൗട്ടും ചെയ്യില്ല. ഇത് കുടിച്ചേ. ഓ, കൂടുതലൊന്നും പറയണ്ട, ഞാൻ കുടിച്ചേക്കാം. ഓ, ഇത്രയും നിറച്ചുണ്ടല്ലോ. ഓ
തേത്തി, എന്റെ ഈ ഒളിച്ചും ഭാഗത്തുള്ള വരവ് എന്നെനിക്ക് നിർത്താൻ പറ്റാം? അറിഞ്ഞുകൊണ്ട് നീ ഉണർന്നിരിക്കുമ്പോൾ എനിക്കൊന്ന് സ്നേഹിക്കാൻ പറ്റുമോ? എന്റെ പ്രണയം എന്ന് നീ മനസ്സിലാക്കും? ഈ ബ്രദർ ബോണ്ടിങ് ഐ ഹേറ്റ് ഇറ്റ്. ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്നെ തലോടാനും നിന്നെ കിസ് ചെയ്യാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. നീ എന്നെ എന്ന് മനസ്സിലാക്കുന്നു ആ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഐ ലവ് യു. ഐ എം സോറി ആൻഡ് ഗുഡ് നൈറ്റ്. വിളിച്ചായോ? തേത്തി ഉണരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോവാ, ആ നല്ലത്. ഗുഡ് മോർണിംഗ് ദേ. ഗുഡ് മോർണിംഗ് കുക്കി. നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയോ? ഇനി കുറച്ച് നേരത്തെ എണീറ്റു, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തേ തേക്കൊരു ക്ഷീണം? അറിയില്ല കുക്കി, നല്ല ക്ഷീണമുണ്ട്. ഡോക്ടറെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. അയ്യോ, എന്താ പ്രശ്നം? പനിയോ ജലദോഷോ അങ്ങനെ എന്തെങ്കിലും? മേലുവേദന? ഞാനും വരാം ഡോക്ടറെ കാണിക്കാൻ. എന്താ കുഴപ്പം? എനിക്ക് നല്ല ഉറക്കം, അതാ എന്റെ പ്രശ്നം. ഓഫീസിൽ പോയാലും ഇരുന്ന് ഉറക്കം തോന്നുന്നു ഞാൻ. എന്റെ പൊന്നു തേത്തേ, ഇവിടെ ലോകത്ത് ഒരുപാട് പേര് ഉറങ്ങാതെ സ്ലീപ്പിംഗ് പേഴ്സ് മേടിച്ച് കഴിക്കുന്നു. തേക്ക് ഉറക്കം കിട്ടുന്നതെന്നാണോ പ്രോബ്ലം? ഒരു ഹ്യൂമൻ ബോഡിക്ക് വേണ്ടത് 8 മണിക്കൂർ ഉറക്കുക. ഇത് 8 മണിക്കൂറല്ല, 24 മണിക്കൂർ, 12 മണിക്കൂർ ഞാൻ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക. വർക്ക് പ്രഷറൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഉറക്കം വരുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാ വെറുതെ ഡോക്ടറെ കണ്ട് കണ്ടിങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നത്? ഉറക്കല്ലേ? ഒരു നല്ലപോലെ ഒരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിന്റെ ക്ഷീണമൊക്കെ മാറി ഉഷാറാവും. അഥവാ ഇനി കണ്ടിന്യൂസ് അങ്ങനെ പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡോക്ടറെ പോയി കാണാം. 2-3 ദിവസം എന്തെങ്കിലും റെസ്റ്റ് എടുത്ത് നോക്കാല്ലേ? നല്ലൊരു ഉറക്കം ഉറങ്ങി നോക്കാം, അപ്പൊ ശരിയായല്ലോ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രോബ്ലം എങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഞാൻ എന്തായാലും ലീവ് പറയട്ടെ, 2 ദിവസം ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാം. കുറച്ചു നാളത്തേക്ക് ടാബ്ലറ്റ് കൊടുക്കാതിരിക്കാം. ആ, നീ 5 മിനിറ്റ് കൊണ്ട് എത്തുവോ? ആ, നീ വേഗം വാങ്ങ, ഞാൻ ഉമ്മയെടുത്ത് പറയാം. ആ ആ ശരി എന്നാ. ഉമ്മ നിങ്ങളിത് എവിടെയാ? ഉമ്മ എന്തെന്റെ ഭാഗ്യ, ഒരു പണി എടുക്കാനും സമ്മതിക്കില്ലേ? അനക്ക് എന്റെ പണികൾ ചെയ്തൂടെ? എല്ലാം എന്റെ തലയിൽ കെട്ടുന്ന എന്താ? ഞാൻ വേലക്കാരിയാ അവിടുത്തെ. എന്റെ ഉമ്മ, നിങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ തുടങ്ങാതെ, നമ്മൾ പറയുന്നൊന്ന് കേക്ക്. എന്ത് പറയാനാടാ? അനെ കുളിപ്പിച്ചായിരുന്നോ? അന്റെ ചെടി അടക്കം ഞാനല്ലേ കൈകിട്ടായിരുന്നേ, നാണല്ലാത്തവനെ. ഇത് പൊന്നും ഒന്ന് പതിയെ പറയോ? മയിലത്തൊക്കെ ആൾക്കാരുണ്ട്. എന്റെ മാൻ ഉണ്ടാവും, കോളേജിൽ പഠിക്കുന്ന ചെറുക്കണ ഞാൻ. എന്നിട്ട് എന്റെ ചെടി നീ കേൾക്കില്ലല്ലോ. ഉമ്മ എന്തോ ഉമ്മ ഒന്നും ഇന്നാരി ഈ ചെടിയുമ്മ പിടിച്ചിരിക്കാത്തങ്ങള് കുക്കി വരുന്നുണ്ട്. ജറബേ, എടാ പഹിയ, നിനക്കിത് മുന്നേ പറഞ്ഞൂടെ? വെറുതെ നിന്നെ ഇവിടെ എന്റെ ടൈം വേസ്റ്റ് ചെയ്തു. വെറുതെ കലവില പറഞ്ഞുകൊണ്ടിരിക്കുക ചെറുക്കൻ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി നമ്മൾ പോയി വല്ലതും ഉണ്ടാക്കട്ടെ കൊച്ചിന് വേണ്ടി. ഉമ്മ, നിങ്ങൾ ഇത്രയും നേരം ഇവിടെ നിന്ന് നമ്മുടെ ചെവി തന്നിട്ട് ഇപ്പൊ നമ്മളെ കുറ്റം പറയുന്നോ? ആഹാ, നമ്മുടെ ചെടിയുടെ കഥയും പറഞ്ഞ് നമ്മുടെ നേരം കളഞ്ഞു. പപ്പാ 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 പപ്പാ. താളം ഇവിടെ നിന്നാണോ? പപ്പാ പപ്പാ. ഫസ്റ്റ് നല്ല താളത്തിലുള്ള കുറുക്കം വേലി. പപ്പ എഴുന്നേക്കുന്നുണ്ടോ? എന്റെ കർത്താവേ, കുരിശായിരുന്നോ? എന്നോടാടാ രാവിലെ തന്നെ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി. നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെറുക്കാം? ഞമ്മക്ക് പണിയൊന്നുമില്ല, പപ്പയ്ക്ക് വല്ല പണിയെടുത്തൂടെ? നീ ഊർക്കം വലിക്കണോ? ഒരു 300 റുപ്പീസ് തരുമോ? 300 രൂപ ഇവർക്ക് കുടുംബക്കാട്ടും വളർന്നല്ലോടാ നീ. നിനക്ക് നിന്റെ എന്തെങ്കിലും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൂടെ? വയസ്സാം കാലത്ത് ഞാൻ പണിയെടുത്ത് നിനക്ക് നീ പൈസ ഉണ്ടാക്കി തരണോ? പപ്പ, നിങ്ങൾ എന്നെ കളിയാക്കാണോ? നമ്മൾ എവറസ്റ്റ് കൊടുമുടിയിൽ അത്രയൊന്നുമില്ല, നിങ്ങൾക്കും അറിയാലോ. എന്നിട്ട് കമ്പയർ ചെയ്യുന്നതോ? എന്തോ പപ്പ അത്? സോറി ജിമ്മി, പപ്പ വേണിച്ച് പറഞ്ഞല്ല, പെട്ടെന്ന് പറഞ്ഞു പോയതല്ലേ. എന്നോട് പഠിക്കുമ്പോൾ പറഞ്ഞ ദേഷ്യത്തിന്. ഞാൻ ഇത്രയും പ്രായമായില്ലേ ജിമ്മി. നിനക്ക് എത്ര പൈസ വേണ്ടേ? പപ്പ തരാം. നമുക്ക് 300 മതി പപ്പ. പപ്പ, നമ്മുടെ കോളേജ് പഠിത്തൊക്കെ കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടും, ഇതിന് ഇരട്ടി പണം പപ്പയ്ക്ക് നമ്മൾ തരും. പിന്നെ കുക്കി വന്നിട്ട് പപ്പ. വെറുതെ അല്ല നിന്റെ മുഖത്തൊരു സന്തോഷം തീർന്നു വരുന്നില്ലേ?
ഇല്ല പപ്പ, ചേട്ടായിക്ക് പണിയൊന്നുമാ ഓൻ പറഞ്ഞത്. കുറെ നാളായി ഇപ്പൊ ഈ കണ്ടിട്ട്. നീ ചെല്ലേ, പപ്പ ഫ്രഷ് ആയിട്ട് വരാം. ഉമ്മയുടെ കയ്പിന് സൂപ്പറാണ്. എത്ര നാളായി ഇപ്പൊ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട്. എത്ര കഴിച്ചാലും മതിയെന്ന് പറയാൻ തോന്നില്ല. ഓ തള്ളിക്കോ, അനക്കിത് പറയാം. നമ്മളിത് എന്നും കഴിച്ചു കഴിച്ച് മടുത്തിരിക്കാം. ഇതൊന്നൊരു മോചനം എന്നാണാവോ. ഇജ്ജെന്നെങ്ങനെ പറയണ്ട ഹമുക്കേ. അനക്ക് വേണ്ടിയില്ല നമ്മൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്. നമുക്കെന്താ ഇതിന്റെ മോചനം എന്നറിയില്ല. കരയും പോയതുണ്ട്. ജിനീന ഫാത്തിമ നമ്മുടെ പേര്. ജിന്നു ഫാത്തിമ എന്ന് എല്ലാവരും വിളിച്ചത്. നമ്മുടെ ബ്യൂട്ടിഫുൾ ഫേസ് ഒക്കെ പോയി നീയത്ത് കാരണം. എന്തെങ്കിലും ഒരു പണി നീയാഴ്ച എടുക്കുന്നുണ്ടോ? അവിടെ ചെട്ടി വരെ നീ കൈകിടുന്നില്ലല്ലോ. എല്ലാം നമ്മളല്ലേ ചെയ്തായിരുന്നു. ഉമ്മ, നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? ഇവിടെ ഒരു ചെടി കഥ. ഈ നോക്കണി നമ്മൾ ഇനി ചെടി ഇടാൻ പോകത്തില്ല. പോടാ. ഇട്ടാലും ഇട്ടില്ലെങ്കിൽ നമുക്കെന്താ? അനക്കന്നെ അന്റെ 11 കേട്ടുമ്പോ സൂചിച്ചോണം. പിന്നെ എന്റെ ചിപ്പ് ഒഴുകി വന്നിട്ട് നമ്മളെ വിളിക്കാൻ നിൽക്കരുത്. ആ കുക്കി മോനെ. പോടാ, നമ്മളെ കളിയാക്കാൻ നിൽക്കാതെ. ചേച്ചി, മിൽക്ക്. ഓ കുക്കി, ഇത് കുടിച്ചേ പറ്റൂ. ഞാനിപ്പോ വരാം. ഇവിടെ വെക്കാണേ. കുക്കി, നീ പുറത്തു പോവാണോ? അല്ല, കാറ് ഷെഡിൽ കയറ്റാനാ. ഞാനിപ്പോ വരാം. ഇനിതും കുടിക്കണ്ടേ? അയ്യോ, പൊട്ടല്ലേ, വീഴല്ലേ. അയ്യോ, വീണ് പൊട്ടി. ഇനി എന്ത് ചെയ്യൂ? കുക്കി ഇങ്ങനെ അറിഞ്ഞ് എന്നെ കൊല്ലും. എത്രയും പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തിട്ട് പോയി കിടക്കാം. ചില്ലവൻ കണ്ടുപിടിക്കാതിരുന്നാ മതി. പാല് പോയ കാര്യം അറിഞ്ഞോ? അതിനാണോ അവൻ വന്നേ? ഉറങ്ങിയ പോലെ കിടക്കാം. എത്ര ദിവസമായി ഞാൻ നിന്നെങ്ങനെ തൊട്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്. ഈ നേരത്തെ വരെ ഈ ഫോണിൽ കിണി. ഇമ്പോർട്ടൻറ്റ് കോളാ. എത്ര ദിവസമായി ഞാൻ നിന്നെങ്ങനെ തൊട്ടിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട്. ഇത്ര നേരത്തെ നീട്ടോ? എന്താ എൻ്റെ അടുത്തൊന്നും മിണ്ടാത്ത? എന്ത് പറ്റി ചേച്ചി? നല്ല നെർവസ് ആവുന്നുണ്ടെന്നോ? എന്ത് പറ്റി? കുട്ടി, എനിക്ക് ഓഫീസിൽ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോകാൻ നോക്കട്ടെ. ചേച്ചി പോന്നു കൊള്ളാം. ആ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോവും. എന്താ പറ്റി ഇന്ന്? ചേച്ചി, കുറച്ച് ദിവസമായിട്ട് നീ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ഇതെല്ലാം തെറ്റാ. ഇതൊന്നും കൂടി ചെയ്യണം. പൊന്നെ തേടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രാവിലെ തൊട്ട് നീനെ റിജക്ട് ചെയ്ത് തുടങ്ങിയതാ. ഇപ്പൊ 3 മണി. ഓഫീസ് വിട്ട് ഇറങ്ങേണ്ട നേരമായിട്ടും എന്റെ ഈ വർക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. നീ കാരണം എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, നീ പൊക്കോ. ഈ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. തേട്ടി, ഞാനിപ്പോ നിനക്ക് ആരുമില്ലാതായി തുടങ്ങിയോ? എന്റെ അടുത്തൊരു ഒളിവ് മറിവൊക്കെ. എന്താ നിന്റെ പ്രശ്നം? നമുക്ക് പരിഹരിക്കാം. നീ പറയ്. അത് പിന്നെ ജാനു, ഇതാണോ കാര്യം? നീ കുക്കിയെടുത്ത് നേരിട്ട് സംസാരിക്കേ. അവന്റെ വായിന്നറിയാലോ സത്യം എന്താന്നുള്ളത്. അഥവാ കുക്കി ഒരു ബോയിനെ ഇഷ്ടപ്പെടുന്നതാണോ അത് നിന്നെ ഇഷ്ടപ്പെടുന്നതാണോ നിന്റെ ഈ പ്രശ്നത്തിന് കാരണം? അവൻ ബോയി ഇഷ്ടപ്പെടുന്നെന്ന് എനിക്ക് തെറ്റ് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഒരു ബ്രദറല്ലേ ജാനു. അവൻ ഇന്ന് രാത്രി എനിക്കൊരു ഗ്ലാസ് പാല് തരുമായിരുന്നു.
അത് കുടിച്ചാൽ എനിക്ക് നല്ല മയക്കം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവനാൾ എന്നോട് അങ്ങനെ പെരുമാറിയതിനു ശേഷം ആ പാല് ഞാൻ ടെസ്റ്റിന് കൊടുത്തിരുന്നു. അതിന്റെ റിസൾട്ട് വന്നത് അതില് സിബിഎംഎസിന്റെ കണ്ടന്റ് ഉണ്ടെന്നാ. പറ, എന്താ നീ ചെയ്യാൻ പോകുന്നേ? എങ്ങനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നേ ജാനു? ഒരു വഴിയുണ്ട്. വർക്കൗട്ട് ആവുന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. മൈ ബോയ്ഫ്രണ്ട്. സീരിയസ്ലി? രണ്ടുപേരും കൂടി പ്രണയിക്കാൻ എപ്പോ തുടങ്ങി? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. തീർത്തിപ്പോ ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കാൻ തുടങ്ങിയോ? അയ്യോ കുക്കി, തെറ്റിയിരിക്കില്ലേ? പറയണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുക്കിയുടെ അടുത്തെല്ലാം തുറന്ന് പറയാച്ചിട്ടായിരിക്കുന്നുണ്ടായിരുന്നത്. എന്റെ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയാന്നല്ലേ കുക്കി. ഈ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാതിരുന്നുള്ളൂ. പക്ഷെ നീ എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് തേറ്റയുടെ തോന്നല് മാത്രം. എടുത്തമ്മ ആദ്യമായിട്ടില്ല തേറ്റി വീട്ടിൽ വരുന്നത്. എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? എനിക്ക് പാചകം അറിയില്ലല്ലോ. തേറ്റി പോയി ഉണ്ടാക്ക്. അതുവരയ്ക്ക് എഴുത്തമ്മയ്ക്ക് ഞാൻ കമ്പനി കൊടുക്കാം. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഞാൻ പോയി ഉണ്ടാക്കട്ടെ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കേ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്റെ കുട്ടി, പിന്നെ നമ്മൾ തമ്മിൽ അധികം പരിചയപ്പെട്ടില്ലല്ലോ അല്ലേ? പരിചയപ്പെടുന്ന പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. എന്റെ കുട്ടി അല്ല കുക്കി എന്നോട് ദേഷ്യത്തിലാണോ? ഞാൻ തന്റെ ഏട്ടനെ തന്നിൽ നിന്നും പിരിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല കേട്ടോ. തനതോർത്ത് പേടിക്കണ്ട. എന്നിൽ നിന്ന് അവനെ പിരിക്കാൻ നോക്കിയാ നിന്റെ ശരീരത്തിൽ നിന്റെ ആത്മാവിനെ ഞാൻ അങ്ങ് പിരിച്ചെടുക്കും. അവനുമായിട്ടുള്ള ഈ പ്രേമനാടകം ഇവിടെ വെച്ച് നിർത്തിക്കോണം. അവൻ ഇന്ത്യ ഞങ്ങൾക്കിടയിലേക്ക് കയറി വരാൻ നോക്കരുത്. അങ്ങനെ വന്നാ ഈ ഭൂമിയിൽ തന്നെ നിന്നെ ഇല്ലാതാക്കി തീർക്കും ഞാൻ. സോറി, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ തമാശയായിട്ടൊന്നല്ല. ഇറ്റ്സ് വെരി സീരിയസ്. എന്റെ കാര്യത്തിൽ ഒരു ഭ്രാന്തനായി തീരവൻ. കളിച്ചു കിട്ടില്ലാതെ അവൻ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്. നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വന്നാൽ എന്നെ കൊല്ലാൻ പോലെ അവൻ മടിക്കില്ലെന്ന്. കുക്കി, അവിടെ നിന്ന്. എന്താ എന്ത് വേണം? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കട്ടെ കുക്കി. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ നീ ജാനുവിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവള് നിന്റെ ഏട്ടത്തിയമ്മ ആവാൻ പോകുന്നവളാ, എന്റെ ഗേൾഫ്രണ്ട്. അത് മറന്ന നീ പെരുമാറരുത്. ഏട്ടത്തിയമ്മയോ? നിന്റെ എന്റെ ഇടയിലേക്ക് അവളെ കൊണ്ടുവരാൻ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാത്തേ. ഞാൻ അത് അനുവദിക്കില്ല. അവളെ ഏട്ടത്തിയമ്മയെ കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ ഏട്ടനായിട്ട് പോലും കാണുന്നില്ല. കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു. പിന്നെ ഞാൻ ആരാടാ നിന്റെ? വിട്. എന്തവിടെ ബഹളം? ഇവിടെ ഉണ്ടായിരുന്നോ? കെട്ടുന്നതിന് മുമ്പ് കയറി പാർപ്പം തുടങ്ങിയോ? നീ ചോദിച്ചിട്ടേ നീ എന്റെ ആരാണെന്ന്. നീ എന്റെ എല്ലാം ആടോടാ. യു ആർ മൈ ലവ്, മൈ എവറിത്തിങ്. നിനക്കത് എന്നും മനസ്സിലാവും. അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. പക്ഷെ അതിനു മുമ്പേ നീ ഒരുത്തേയും കെട്ടി എഴുന്നള്ളിച്ച് കൊടുന്നല്ലോ എന്റെ മുന്നിലേക്ക്. നിനക്ക് മാത്രം തോന്നിയാൽ മതിയോ? എനിക്ക് കൂടി തോന്നണ്ടേ? എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മുടെ അച്ഛനമ്മ നിന്നെ എന്റെ കയ്യില് മതി നിർത്തുന്നുണ്ടോ? കേട്ട് കേട്ട് മടുത്തു. നമ്മൾ റിയൽ ബ്രദേഴ്സ് അല്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞതാ. ചെറുപ്പം മുതൽ നീ അല്ലേ എന്നെ വളർത്തിയത്. ആ നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര വലിയ തെറ്റെന്താ? നമുക്കിടയിലേക്ക് ആരും വരാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ നേടാൻ ഞാൻ എന്ത് ചെയ്യും? കുക്കി കുക്കി മാറി നിൽക്ക്. എന്താ ഞാൻ ഈ കണ്ടത്? ലൈവായിട്ട് ഞാൻ പോകുന്നു. കണ്ടിന്യൂ. കുക്കി, നമ്മളെന്തായി കാണുന്നു? നമ്മുടെ പിഞ്ചു കണ്ണ് എന്തായി കാണുന്നു? വീട്ടു കുക്കി, എന്താ ചെയ്യുന്ന? നിന്നെ എല്ലാം അടിക്കേണ്ടത് എന്നെ തന്നെയാ. നിന്നെ എങ്ങനെ വഷളാക്കിയത് ഞാനാ. എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. ഇനി പോ എവിടെയെങ്കിലും.
അനക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? ഇനിപ്പാ തെറ്റി പറഞ്ഞത് കേട്ടില്ലേ? കൺമുന്നിൽ കാണരുതെന്നാ നീ വന്നേ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് ജിമ്മി? നീ എന്തിനാ എന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത്? എന്നെ വിട്ടേ. നമ്മുടെ ഫോൺ എന്റെ വണ്ടിയിൽ വെച്ച് മറന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നമ്മളെല്ലാം കണ്ടു. എന്താണ് നീ കാണിച്ചതെന്ന് അനക്ക് എന്റെ ബോധമില്ല. നീ വെല്ലടിച്ചിട്ടുണ്ടോടാ? തെറ്റി എന്റെ ബ്രദർ ഇല്ലേ ഇമാതിരി കാട്ടിക്കൂട്ടില്ല കാണിച്ചോട്ടിന്? അവരെ അടിക്ക് തീർത്തി തന്നെ വായിക്കും. ഞാൻ എപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബ്രദറാണെന്ന്? അമ്മോട്ട് കടിച്ചോ? എന്തുട്ടാടാ? നമുക്കെല്ലാം മനസ്സിലായി. നമ്മളൊന്നും പറയാൻ വരുന്നില്ല. വീട്ടിലേക്ക് വന്നേ. വീട്ടിൽ പോയിട്ട് ഇതൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. വന്നപ്പോ മുതൽ എന്നെ കരച്ചിലാണല്ലോ എന്റെ കുട്ടി നിജ്. എന്താച്ച കാര്യം പറയ് ജിമ്മി, എന്താ പറ്റിയേ? ഉമ്മ അവൻ ഒരാളെ പ്രപ്പോസ് ചെയ്തു. അവൻ അവന്റെ കർണത്തടിച്ചു. പറച്ചോനി, എന്റെ കൊച്ചിന്റെ കർണത്തടിച്ചെന്നാ? ഏതവളാടത്? ഇത്രയും മൊഞ്ചനായ ചെറുക്കിന് വേണ്ടെന്ന് പറഞ്ഞത്? നമ്മക്ക് കാട്ടിത്താടാ, ഓളെ നമ്മള് ശരിയാക്കുന്നുണ്ട്. പറയടേ, ഏതവളാടത്? ഉമ്മ ഓളല്ല ഉമ്മ, ഓനാ ഓനാ. അവനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടമ്മ. എന്നിട്ട് അവനത് മനസ്സിലാക്കുന്നില്ല. ഓന് വട്ടാണോ അതോ ഞമ്മക്കാണോ? നമ്മുടെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? അതോ ഞമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓനെന്നെ അവൻ പറഞ്ഞേ. നിങ്ങളുടെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. മങ്ങള് കേട്ടത് കറക്റ്റാ. ഓനെന്നെയാ. നമ്മുടെ പറച്ചോനി, നമ്മൾ എന്താ കേക്കണേ? പ്രണയിക്കുന്നത് തെറ്റെന്താ? ജാതി മതം ജെൻഡറൊന്നും ഇല്ല അതിന്. പ്രണയല്ലേ അല്ലേ ജിന്നു മോളെ? പ്രണയല്ലേ അവന്റെ ഇഷ്ടം. ആരൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞമ്മക്കും ഇഷ്ടാ. ഇക്ക പറഞ്ഞാലും ഞാനും യോജിക്കുന്നു. നമ്മളെ നോക്ക്, നമ്മളെ മുസ്ലിം, ഇക്ക ക്രിസ്ത്യാനിയാ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സന്തോഷമല്ലേ ജീവിക്കുന്നത്? ആണായാലെന്ത് പെണ്ണായാലെന്ത്, ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. നമ്മൾ എൻ്റെ കൂടെ. ഏതവനായാലും നീ ഇട്ട് കൊടുക്കരുത്. അവനെ തന്നെ കെട്ടറ നീ. ഉമ്മ ജന്തിന്റെ ഹംകേ, എന്താ നിങ്ങൾ ഈ വാഗ്ദാനം കൊടുക്കുന്നതിന് നിങ്ങൾ ചോദിച്ചാ ഓൻ ആരെ ഇഷ്ടപ്പെടുന്നതിന്? പന്നി, നീ എല്ലാരോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് നീ തന്നെ വിളമ്പുന്നോ? എന്തുട്ടത്? ഞാൻ ഇതിനെ ചൊല്ലി വഴക്കൊന്നും വേണ്ട. എന്താണ് ആളെ പറയണ്ടേ? ആരെയാ നീ സ്നേഹിക്കുന്നത്? അത് കുറച്ചോനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മളിനിപ്പോ ഇതിന് എന്ത് പറയാനാ? എന്റെ ഉമ്മങ്ങൾ പറിച്ചവന് കുറച്ച് സ്വസ്ഥത കൊടുക്കണ്ടോ? എന്താ എന്റെ കുക്കിമോനെ ഇങ്ങനെ ഇരുന്നൊക്കെ അറിയാതെ? മോനി ജിമ്മി, കുക്കിനെ വിളിച്ചോണ്ട് പോ. ചീനോ, നീ ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട. കുക്കിക്ക് ഇഷ്ടാണെങ്കിൽ നമുക്ക് അവന്റെ കൂടെ നിൽക്കാം. ഇക്ക, നമ്മൾ ഈ ദുഷ്ട പ്രതീക്ഷയില്ല. നമുക്കിത് സഹിക്കാൻ പറ്റില്ല. അവര് രണ്ടുപേരും നമ്മുടെ മക്കളെ പോലെയാ. നമ്മളെങ്ങനെയാ അവര് രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്ന കണ്ടാ മതി നമുക്ക്. എന്തുട്ടല്ലേ ചിമ്മി, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എന്റെ തേത്ത് വല്ലതും കഴിച്ചോന്നാവോ? എനിക്കൊരു സമാധാനമില്ല ചിമ്മി. എന്താ ചെയ്യാ? ഞാൻ പോയത് അന്വേഷിച്ചാലോ? ഒന്ന് പോയി നോക്കാതെ. നിനക്കറിയോ എത്ര നാളായി ഞാൻ ജിമ്മി ജിമ്മി എന്താ നാളെ വാ. ഞാനെന്റെ മനസ്സിലെ ദുഃഖം ഇവിടുന്ന് പറയുമ്പോ നീ കിടന്ന് കൂർക്കം വിളിക്കണോടാ? എടാ അരവട്ട പിടിച്ചവനെ, നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ഉറക്കം വരുന്നുണ്ട്. മണി 1 നട്ടപ്പാത്രയ്ക്ക് ഇരുന്ന് 1 തൊട്ട് 100 തവണയായി നീ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മള് കേട്ട് കേട്ട് മടുത്ത്. നമുക്ക് കിടന്ന് ഉറങ്ങണം. സോറി ജിമ്മി, നമുക്ക് പോയി കിടന്ന് ഉറക്കാം. വാ ജിമ്മി, അതെ, തേത്തേനൊന്ന് വിളിച്ചു നോക്കിയാലോ? നീ വിളിച്ചു നോക്കൂ. ജോണി, ഇവനെന്തീ മൂളി എടുക്കുന്നൊന്നും മിണ്ടാതിരിയടേ. ഇടേ, ഇവൻ സമ്മതിക്കൂല. മിണ്ടായിരിക്കടാ. ഇടയൊന്നും മിണ്ടാതിരിയടേ. ഒന്നും മിണ്ടായിരിക്കും. എന്തോ തടാ, നമ്മളെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കും. നിങ്ങൾക്ക് രണ്ടെണ്ണത്തിന് നേരത്തും കാലത്തും വന്നുവിടരാ. ഇത്രയും സമയം എന്നറിയോ? കോളേജ് വിടാറാകുമ്പോഴാ. എടേ, ഒരുവിധം എല്ലാരും പറയുന്ന ഡയലോഗാ. മാറ്റിപ്പിടി. കുക്കി, നിന്റെ പ്രണയം ഇപ്പോഴെങ്കിലും നീ തുറന്നു പറഞ്ഞു. ഞങ്ങളുടെ താളാരെന്നെങ്കിലും പറയടാ. എത്ര നാളെ ഒളിപ്പിക്കുന്നു? ഓന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. അവന് മറുപടിയും കിട്ടി. നല്ല സ്റ്റാമ്പ് അടിച്ച പോലത്തെ മറുപടി അവന് കിട്ടിയത്. ആ പെണ്ണിച്ച് നിനക്ക് പ്രേമലേഖനം തന്നോ? സ്റ്റാമ്പ് അടിച്ചിട്ട്? അതിനരപ്പിരി ലൂസാ. അത് പറയണത് കേട്ട് വിശ്വസിക്കാൻ മറ്റു പല മണ്ടന്മാരും. എടച്ചിമ്മി, നീ ചുമ്മാ പറഞ്ഞതാണോടാ? നമ്മള് ചുമ്മാ പറഞ്ഞല്ലടാ. അയ്യോ, ഞമ്മക്ക് ചിരിക്കാൻ വയ്യ. നമ്മുടെ ഫോൺ അടിക്കുന്നു. ആര് പീന്നെടുത്ത്? അൺനോൺ നമ്പറാ.
ഹലോ ഹലോ ആ നമ്മൾ തന്നെയാ. ഇജാരാ? ആ നമ്മൾ വരാമല്ലോ. ഇജ ആരായാലും കുഴപ്പമില്ല. ഓക്കെ. ആ എവിടെ വന്നോ? നമ്മൾ എത്തിയിരിക്കും. ഓക്കെ ശരി ശരി ബൈ. ആരാടാ? ഞമ്മക്കറിയില്ലടാ. ഏതൊരു കുയിലിനാതാ ഞമ്മളെ കാണണ്ടെന്നാ പറഞ്ഞത്. ആരെന്താന്ന് നേരിട്ട് പറയാന്ന്. ഞമ്മടെ സീക്രട്ട് ലവറാണെന്ന് തോന്നുന്നു. ഞമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്. അങ്ങനെയാണെങ്കിൽ ഞാനും വരാടാ. അയ്യടാ നമുക്കൊരു ചെപ്പിന്നിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മക്ക് പോവാനറിയാം. ഇജ്ജ എന്റെ കൂടെ വന്നാലേ ഇജ്ജ ആ പെണ്ണിനെ ചിലപ്പോ വളച്ചെന്ന് വരും. ഓള് ഞമ്മളെ ഇഷ്ടപ്പെട്ട് വിളിക്കുന്നതാ. ഞമ്മള് പോയി കാണട്ടെ നമ്മുടെ മൊഞ്ചത്തിനെ. കൊയിൽനാദം പോലത്തെ ഒരു കിളിനാദം നമ്മുടെ മൊഞ്ചി. പർച്ചൂരി നമ്മൾ എവിടെയെല്ലാം നോക്കി. നമ്മളെ വിളിച്ച മൊഞ്ചത്തി ഏതാണോ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ആയിരിക്കുന്ന മൊഞ്ചത്തി ആയിരിക്കൂ. ഏയ് ജിമ്മി, ഇവിടെ ഇങ്ങോട്ട് വരൂ. ഇവളോ മൊഞ്ച? ഗെയിമായിട്ട് നടക്കാം. ഹായ്, ഞാൻ ജാനു. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ജിമ്മിനെ. ഞമ്മക്കറിയാന്നേ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞമ്മക്ക് സമ്മതം തന്നെയാ. എന്ത് സമ്മതാണെന്ന്? ജിമ്മി എന്താ പറയുന്നേ? ഞമ്മക്കറിയാൻ പെണ്ണേ. ഇജ്ജ് പറഞ്ഞോ? എന്ത് പറയാൻ? നമുക്കറിയാം. നീ നാണിക്കണ്ട പെണ്ണേ. അനക്കെന്നെ ഇഷ്ടാണെന്നല്ലേ. ഞമ്മക്ക് വിരോധമില്ല. ഞമ്മടെ ഈ ഫിഗർ കണ്ട് ഞമ്മടെ പിന്നാലെ ഒരുപാട് പെൺപിള്ളേർ നടക്കുന്നുണ്ട്. നമ്മൾ ആരുടെ അടുത്തും വീണിട്ടില്ല. വീണിട്ടില്ലെങ്കിൽ തന്നെ ചവിട്ടി വീഴ്ത്തി ചേരാടോ. താൻ എന്താ ഉറക്കപ്പിച്ച് എനിക്ക് വരികയാണോ? ഇതെങ്ങനെയൊക്കെ പറയുന്നത്? ജില്ല നമ്മളെ വിളിച്ചു വരുത്തിയേ. അനക്ക് എന്നെ ഇഷ്ടല്ലേ? ഒരു പെങ്കുച്ച് വിളിച്ച് സംസാരിച്ച അത് ഇഷ്ടം കൊണ്ടാണെന്നാണോ? ഞാൻ വിടുന്നത് തേത്തി പറഞ്ഞിട്ടാ. കുക്കിയുടെ കാര്യം അറിയാൻ വേണ്ടി. അതിനെ കുറിച്ച് സംസാരിക്കാനാ. അയ്യോ, നമുക്കപ്പറ്റും പറ്റിപ്പോയി. ഇത്ര നാളും സിംഗിളായിരുന്നു. ഒരു പെണ്ണ് പോലും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മുടെ അടുത്ത് ഒരു പെങ്കുച്ചി, അതൊരു മോഞ്ചത്തിയായ ഒരു പെങ്കുച്ചി വന്ന് വിളിച്ചപ്പോ നമ്മുടെ മനസ്സിനും ചെറിയ ആഗ്രഹമൊക്കെ തോന്നി. അത് തെറ്റാണോ? അതുകൊണ്ട് ഒരു അബദ്ധവശാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. നമ്മളോട് ക്ഷമിക്കും. ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ തേ പറഞ്ഞിട്ട് തന്നെ കാണാൻ വന്നത്. കുക്കിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓനെന്ത് കുഴപ്പം? ഓനെ കൊണ്ട് ഞമ്മക്കല്ലേ കുഴപ്പം. ഓൻ എപ്പോഴും തേറ്റയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ വിഷയൊന്നും അവനില്ല. തേറ്റയ്ക്ക് എങ്ങനെയാ? കഷ്ടം തന്നെയാ. കുക്കിയില്ലാതെ അവന് തീരെ പറ്റുന്നില്ല. ഭക്ഷണം പോലും മര്യാദയ്ക്ക് കേൾക്കുന്നില്ല. ഒന്നിനും ശ്രദ്ധയില്ല. എത്രയെല്ലാം അവരെ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ. അവരെ ഒന്നിപ്പിക്കാൻ താൻ എൻ്റെ കൂടെ എന്നെ സഹായിക്കുമോ? മൊഞ്ചത്തി പറഞ്ഞ ഞമ്മള് അല്ല, ജാനുട്ടി പറഞ്ഞ ഞമ്മള് കൂടെ നിൽക്കാം. ഞമ്മക്കും സന്തോഷാ അവര് രണ്ടാളും ഒന്നിക്കുന്നത്. ഓന് ഞമ്മടെ അടുത്തുനിന്ന് പോയി കിട്ടിയ ഞമ്മക്കും കുറച്ച് തലയ്ക്ക് സമാധാനം കിട്ടും. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം ഈ ജാനൂട്ടി. ഞാൻ തൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. എൻ്റെ തേത്തെ കുക്കിയുടെ അടുത്ത് മാത്രമേ ഹാപ്പി ആയിരിക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും നല്ല ജോഡിയാ അല്ലേ? എന്നാ താൻ ചെല്ലേ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അതിനെന്താ, നമ്മൾ എപ്പോ വേണമെങ്കിലും വിളിച്ചോ. നമ്മൾ എപ്പോഴും അവൈലബിളാ. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? അയ്യോ, നമ്മൾ ഉദ്ദേശിച്ച അങ്ങനെയല്ല. ഫോൺ എപ്പോഴും അവൈലബിൾ ആവുന്ന. പിന്നെ നമ്മൾ പറയുന്നുണ്ടെന്ന് വന്നല്ലേ. നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടെങ്കിലും ഇമാതിരി മൊഞ്ചുള്ള ഒരാളെ കണ്ടിട്ടില്ല കേട്ടോ. ഞമ്മക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ബോയ് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ അവൈലബിളാ. ബൈ, പോട്ടെ. അമ്മ ലവ് യു. അനി തരാം. ഉമ്മ, നിങ്ങൾ എവിടെയാ? ഉമ്മ, എന്തുണ്ടാ നമ്മളിവിടെ പണിയില്ല. അനക്കിപ്പ എന്താ വേണ്ടേ? അന്റെ പള്ളയിൽ വല്ലതും വേണോ? ഞമ്മക്ക് വിശക്കണമെന്നില്ല. എന്റെ പൊന്നാര ഉമ്മ, നിങ്ങൾ എന്താ ഈ കാണിക്കണേ? നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതിന്റെ വീടൊക്കെ വലിഞ്ഞു കയറേണ്ട വല്ല ആവശ്യമുണ്ട്? താഴെ എങ്ങാനും നിന്നാ പോയ എന്റെ ഉമ്മ നിങ്ങൾക്ക്. ഞമ്മക്ക് പ്രായമായിരുന്നോ? അനക്ക് വല്ല കണ്ണ് ഡോക്ടറെ കാണിക്കട്ടെ ചേർക്കാം. കണ്ണ് കാണൂല. എന്റെ ജീനു ഇരുന്ന ആളിന്ന് കാണാൻ എന്ത് രസം. അതിന്റെ ഇടയിൽ വന്ന് ഇടങ്ങോലിട്ടല്ലോ. നിനക്ക് വേറെ പണിയൊന്നും ചേർക്കാം. എപ്പോ നോക്കിയാലും ഞങ്ങളുടെ പിന്നാലെ തന്നെ ചുറ്റി ചുറ്റി നിൽക്കുന്നുണ്ടോ? ഒന്നും റൊമാൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. പപ്പ, നിങ്ങൾക്ക് ഞമ്മളെ കുറിച്ചൊരു വിചാരമുണ്ടോ? ഞമ്മക്ക് ഇതിലൂടെ ഒരു പെണ്ണ് കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. കമിതാക്കളല്ലേ, പ്രണയിച്ചിടക്ക്. നമ്മളൊന്നും പറയുന്നില്ല. ഞമ്മക്കിപ്പോ കുക്കീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വല്ല വഴിയുണ്ടോ? തേറ്റിനെ വെച്ചിട്ട് കുക്കീനെ കൊണ്ടുപോകാൻ പറയും. അനക്കെന്താ കുക്കിമോൻ ഇവിടുന്ന് പോവാനിട്ട്? ഇജ്ജ് എന്തിനാ അവനെ ഓടിപ്പിക്കാൻ നോക്കുന്നേ? നിങ്ങൾ രണ്ടാളും കേക്ക്. രാത്രിയൊക്കെ നമ്മളെ കുറഞ്ഞല്ലേ ചെയ്യാം. പക്ഷെ ഓൻ എന്താ ചെയ്യുന്നറിയോ? എന്റെ ചെവി ഇരുന്ന് തിന്നോണ്ടിരിക്കും. എന്റെ ചെവി കേൾക്കുന്നില്ല അമ്മ. എന്റെ കണ്ണിന്റെ അടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നു. തേപ്പുരാണം പാടി പാടി എന്നും രാത്രി ഇതല്ല. ഇനി നമുക്ക് ഇതിനൊരു പെണ്ണ് പോലും കിട്ടിയിട്ടില്ല അമ്മ. ഈ പോക്കാണെങ്കിൽ നമ്മൾ വല്ല പ്രാന്താശുപത്രി പോയി കിടക്കേണ്ടി വരും. ആ, നമ്മൾ എന്തെങ്കിലും ചെയ്യാം.
ഉമ്മ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നേനെ. ഞമ്മക്ക് തന്നെ കാണാൻ വന്നൂടെ? അന്റെ കുക്കീനെ കുറിച്ച് നീ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഓനെ അവിടെ തന്നെ നിർത്താനാ? ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊന്നുമില്ലേ? ഓൻ അവിടെ നിന്നിട്ട് ഒരു തുള്ളി വെള്ളം വറ്റൊന്നും കഴിക്കുന്നില്ല, ഉറക്കൂല്ല. ഈ പോക്കാണെങ്കിൽ അനക്ക് അവന്റെ ഡെഡ് ബോഡിയെ കിട്ടൂ. എന്റെ അമ്മ, ഉറക്കില്ല അത് ശരി, പക്ഷെ വെള്ളം പറ്റൂ. ഞമ്മക്കെല്ലാം അറിയാം, ഓന് നന്നിയും അനക്ക് ഓനെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ അതൊക്കെ? നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ട് സംസാരിക്കേ. മനസ്സിലായോ അനക്ക്? ഞാൻ വരാം ഉമ്മ, ഞാൻ കുക്കിയെടുത്ത് സംസാരിക്കാം. ഉമ്മ ഇപ്പൊ ചെല്ലെന്തായാലും. ശരി, ഞമ്മളങ്ങോട്ട് പോവാന്നാ. അങ്ങനെ നമ്മള് വന്ന കാര്യം നടന്നേ. അയ്യടാ, ഇമാതിരി ഒരു ഉമ്മ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ഉമ്മയെ കിട്ടാനും ഭാഗ്യം ചെയ്യണടാ. തീറ്റേ, നിങ്ങളുടെ മഞ്ചത്ത് പെണ്ണിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? പിന്നല്ലാതെ ഉണ്ടല്ലോ. ഈ ഞാൻ തന്നെ. ഞമ്മളോട് വേണ്ടട്ടോ, ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ബോയ് ഫ്രണ്ട് ഇല്ല, അതിനെന്താ? ആ മഞ്ചത്തിയുടെ സങ്കല്പം എന്താ ബോയ് ഫ്രണ്ടിനെ കുറിച്ച്? അവളുടെ സങ്കല്പം അവളുടെ ചെറുക്കിന് 6 പാക്ക് വേണം. നിങ്ങളുടെ ഈ ഫ്രണ്ട് 6 പാക്ക് ഇല്ലെങ്കിലും 2 പാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. 2 പാക്ക് ആയിടൊന്നോ. പിന്നെ അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവളുടെ തല അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണം. പക്ഷേ നിന്റെ കാര്യത്തിൽ അത് 6 പാക്കും ഒരു ഹൈറ്റും. ഒരു ചെറുക്ക് സ്നേഹിക്കേണ്ടെന്ന് കരുതി അതിന്റെ അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കരുത്. 6 പാക്ക് ഇല്ലാത്തവനും ഹൈറ്റ് ഇല്ലാത്തവനും പെണ്ണ് കിട്ടുകയൊക്കെ ചെയ്യും. എവരി ഡോഗ് ഹാസ് ഡേ. ഓക്കെ, ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് ഇതുമാത്ര സങ്കല്പം പറഞ്ഞേ? അപ്പൊ ആ 2 പാക്ക് നിനക്ക് ഇഷ്ടായോ? ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞതേനെ? അപ്പൊ നിനക്ക് ഇഷ്ടായില്ലല്ലേ? ഞാൻ എപ്പോഴും അതും പറഞ്ഞില്ലല്ലോ. നീ ഇതെന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? എനിക്ക് ഇതിന്റെ ചെറുക്കിനെ പോയി വിളിച്ചു കൊടുത്തൂടെ? 2 പാക്ക് ഇഷ്ടപ്പെടുന്നവരും ചിലരൊക്കെ ഉണ്ട്. എന്താ പിന്നെ? കുക്കി, ഞാൻ നിന്നെ കൊണ്ടുപോകാനാ വന്നത്. എത്ര നാള് നീ ഇവിടെ നിൽക്കും? എന്റെ കൂടെ വാ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ. ചിലര് കാണണ്ടെന്ന് പറഞ്ഞോണ്ട് പോകുന്നതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വിളിക്കുന്നേ? ഞാൻ വരുന്നില്ല. കുക്കി, ഇങ്ങനെ വാശി പിടിക്കല്ലേ. നമ്മൾ എത്ര കാലം ഒരുമിച്ചായിരുന്നല്ലേ. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റുന്നില്ല കുക്കി. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? തേതേ, അപ്പൊ എനിക്ക് എന്താ മനസ്സില്ലേ? എന്നെ മനസ്സിലാക്കാത്ത എന്താ? തേതേ, ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ ഒരു ബ്രദറായിട്ടല്ല. എന്റെ ലവായി, എന്റെ ലൈഫായി നീ എന്നും എന്റെ കൂടെ ഉണ്ടാവണം. കുക്കി, ബ്രദറായി ഇത്ര നാളും കണ്ടിട്ട് എനിക്ക് നിന്നോട് എങ്ങനെ മറ്റൊരു ഫീലിങ്സ് തോന്നാം. പക്ഷെ ബ്രദർ ആണെങ്കിലും അല്ലെങ്കിലും നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കറിയില്ല നിന്നോട് ഫീലിങ്സ് എനിക്ക് മാറി തുടങ്ങിയതാണോ, അതോ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റൂ. എത്ര നാൾ വേണമെങ്കിലും എന്റെ തേത്തയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം. ഐ ലവ് യു സോ മച്ച്. എല്ലാം ശരിയായാൽ മതിയായിരുന്നു. ഉമ്മ, എല്ലാം ശരിയായി ഉമ്മ. നമ്മളെ പറിച്ചൻ കാത്തുമ്മ. നീ അവിടെ പോയി ഒളിഞ്ഞെന്ന് കേട്ടോ? ഈ ചെറുക്കനെ കൊണ്ട് തോറ്റു. ഇവൻ എവിടെ നിന്നാണ് ഇങ്ങനത്തെ സ്വഭാവമൊക്കെ പഠിച്ചത്? നമ്മൾ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. നമ്മൾ ആ വഴിക്ക് പോയപ്പോ കേട്ടോന്നേ ഉള്ളൂ. പപ്പ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ പപ്പ. ഒട്ടും ഒളിഞ്ഞു കേട്ടിട്ടില്ല. നീ അവിടെ നിന്ന് കേൾക്കുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. പറച്ചോനെ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താണ്ടാ നിനക്ക്? എങ്ങനെ ഒളിഞ്ഞു കേൾക്കാൻ നിൽക്കാതെ ഒരു പെണ്ണ് സെറ്റാക്കാൻ നോക്കിക്കൂടെ? നീ രണ്ടുപേരും നമ്മളെ കൊണ്ട് ഇപ്പൊ തോറ്റല്ലേ? അധികം വേണ്ട, നമ്മുടെ മൊഞ്ചത്തി വരും. അപ്പൊ കണ്ടോ? ആര് വരുന്ന കാര്യം ഇജ്ജി പറയുന്നേ? ആരെങ്കിലും വരണ ഇജ്ജന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തൊക്കെ വയ്യ. ഗസ്റ്റ് വരുന്നല്ല, നമ്മുടെ മൊഞ്ചത്തി വരുന്ന കാര്യം. നമ്മുടെ കൽബിലെ റാണി കാത്തിരുന്നോളി. നിങ്ങളൊക്കെ ഞെട്ടിച്ച് അവളിങ്ങ് വരും. ഞാൻ വിളിച്ചോണ്ട് വരും. അവള് 2 ആങ്ങളമാര് ദുബായിലുണ്ട്. ഇത് കേട്ടാ അവര് വരാഞ്ഞാ മതി. അനക്കൊരാളെ കിട്ടപ്പോ നമ്മളെ കൈയൊഴിയുന്നോ? അനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതിന് കയ്യും കണക്കൊന്നുമില്ല. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ അന്റെ പുരാണം കേട്ട് എന്റെ ചെവിയാണ് അടിച്ചു പോയിട്ടുണ്ട്. നമ്മളെ നീ മറന്ന അന്റെ പറിച്ചം പറക്കൂലട്ടോ. പറിച്ചം പുറത്താലും ഞാൻ പൊറുകൂല. ജിമ്മി, 2 പാക്ക് ആണെങ്കിലും
അഡ്ജസ്റ്റബിൾ ആണെന്ന് അവള് പറഞ്ഞത്. ശരിക്കും ഓളെങ്ങനെ പറഞ്ഞാ? ഓ, നമ്മുടെ പൂമരും പൂത്ത്. ശ്ശോ, ഞങ്ങൾക്ക് വയ്യ. തേത്തി, ഞാൻ തേത്തിയുടെ കൂടെ ഇരുന്നോട്ടെ? ഏ, ഞാൻ താഴെ കിടന്നോളാം, തേത്തി കട്ടിലുമ്പോ കിടന്നോളൂ. ശരി, എന്നാ പോരെ. എന്നെ വിളിച്ചോ? ഇല്ലേ? കുക്കി, എന്താ കാണിക്കുന്നേ? പ്ലീസ് എൻ്റെ കൂടെ ഹഗ് ചെയ്ത് കുറച്ചു നേരം കിടക്കാം. കവിതയ്ക്ക് പൊയ്യഴക്, കണ്ണത്ത് കുഴിയഴക്. ചേച്ചി, ഇന്ന് കോളേജിലെ ലാസ്റ്റ് ഡേ അല്ലേ, ഞാൻ ചിലപ്പോ വരാൻ നേരം പോയിക്കോട്ടോ. ബൈ. ബൈ കുക്കി, നൈറ്റ് വരുമ്പോ സൂക്ഷിച്ചു വരണേ. ബൈ. കുക്കി കുക്കിയുടെ പാട്ടിന് പോയി, നമ്മളൊക്കെ ഒന്ന് പരിഗണിക്കേ. എന്തുണ്ട്? ഹലോ, ഹൗ ആർ യു? തമ്പുരാട്ടിയുടെ വരവിന്റെ ഉദ്ദേശം എന്താ? ഈ വഴിക്ക് എന്നെ കാണാറില്ലല്ലോ. 2 പാക്കിനെ പ്രപ്പോസ് ചെയ്തോ? ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യേണ്ടി വരും. അവൻ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ലക്ഷണമൊന്നുമില്ല. മഞ്ചത്തി മഞ്ചത്തി എന്ന് പറഞ്ഞാൽ പിന്നാലെ നടക്കും. എനിക്കൊരു കൂടില്ലാതിരിക്കാം. ഇന്ന് ലീവല്ലേ? നീ എന്തായാലും ഇവിടെ നിക്ക്. ഇന്ന് നമുക്ക് ഇവിടെ കൂടാം. ഞാൻ നിന്റെ മൊഞ്ചനെയും കൂട്ടിയിട്ട് വരാൻ പറയാം എന്റെ കുക്കിയുടെ അടുത്ത്. എന്റെ കുക്കിയോ? അതൊക്കെ ഇപ്പോ പൊന്നുവാൻ പ്രപ്പോസ് ചെയ്തോന്നാവോ? പ്രപ്പോസോ? എന്തിന്? അവൻ ചെറുപ്പം മുതലേ എന്റെ കുക്കി തന്നെയാണല്ലോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇന്ന് നീ അവനെ പ്രപ്പോസ് ചെയ്തേ പറ്റൂ. അവൻ വരുമ്പോ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ ലവിനൊരു പ്രോഗ്രസ്സും ഇല്ല. കുക്കി, തന്റെ ലവ് എന്തായി? മനസ്സറിയില്ല, വല്ല യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. മനസ്സുള്ള തുറന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. തേത്തി ഒന്നും പറയുന്നില്ലല്ലോ. കുക്കി, ഇങ്ങനെ സർപ്രൈസും പ്ലാൻ ചെയ്തിരിക്കുക നേരെ എത്രേ ഇതുവരെയായിട്ടും കാണുന്നില്ല. അയ്യോ, എന്തൊരു ശുഷ്കാന്തി. ഞാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു പ്രപ്പോസ് ചെയ്യുന്നില്ല എന്നല്ലേ? ഇപ്പോഴോ? നീ ഒന്ന് വിളിച്ചു നോക്ക്. വിളിക്കുമ്പോ ആ 2 6 പാക്ക് മൊഞ്ചിനെ കൂടി കൊണ്ടുവരാൻ പറയും. പറയാ. റേഞ്ച് ഇല്ലേ? ഹലോ കുക്കി, നീ എവിടെയാ? നമ്മള് കുക്കിയല്ല, ജിമ്മിയാ. നമ്മള് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി. നമ്മള് ഹോസ്പിറ്റലാ. ഏത് ഹോസ്പിറ്റല്? എന്ത് പറ്റിയത്? കുക്കി ഓക്കെ അല്ലേ? ഞാൻ ഇപ്പൊ തന്നെ വരാം. എവിടെയാ? നിക്ക്, ഞാനും വരാം. ഞാൻ വണ്ടി ഓടിക്കാം, നീ പേടിക്കാതിരിക്കേ. കുക്കിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. സോറി കുക്കി, ഐ ലവ് യു. ജിമ്മി, ജിമ്മിന്റെ കുക്കി എവിടെ? തേത്തേ, ജിമ്മിന്റെ കുക്കി എവിടെ? കുക്കി കുക്കി പോയി തേത്തേ. ജിമ്മി എന്തായി പറയുന്നത്? എന്റെ എല്ലാം ഇന്ന് അവൻ്റെ അടുത്ത് തുറന്ന് പറയായിരുന്നു. സോറി കുക്കി, ഇത്ര നാളും ഞാൻ എന്റെ മനസ്സിലുള്ളത് എന്തിനാ ഒളിപ്പിച്ചു വെച്ചു? അവനത് കേൾക്കാൻ പോലും. തേത്തേ കരയില്ല തേത്തേ. വിട്ടണം, തേത്തി കരയല്ലേ. നിനക്കൊന്നും പറ്റിയില്ലേ? ഞാൻ പേടിച്ചു പോയി. എന്താ കുക്കി ഇതൊക്കെ? അയ്യോ എന്റെ തേത്തേ, എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കണ്ടേ? കുക്കി ഡോക്ടറെ കാണാൻ പോയെന്നാ ഞാൻ പറഞ്ഞത്. അയ്യേ, ഇതിനിടക്ക് അറിഞ്ഞായിരുന്നേ തേത്തെ. ഞാൻ തേത്തെ വിട്ട് എങ്ങോട്ട് പോവാനാ? ഇവൻ പറഞ്ഞും കേട്ട് ഇങ്ങനെ വെറുതെ കരയല്ലേ. നിനക്ക് എന്തെങ്കിലും പറ്റിയത്? എനിക്ക് പേടിയെ. ഐ ലവ് യു കുക്കി. ഇനി എന്റെ മനസ്സിലുള്ള തുറപ്പിച്ച് വെക്കാൻ എനിക്ക് പറ്റില്ല. ഐ ലവ് യു കുക്കി.
എനിക്കൊന്നും പറ്റില്ല തേതേ. ഐ ലവ് യു ടു തേതേ. ഞമ്മക്കിത് സഹിക്കുന്നില്ല. ഞമ്മക്കാളുണ്ട് മൊഞ്ചത്തി. നമ്മുടെ പ്രണയം, എന്ത് പ്രണയം? നമ്മുടെ 2 പാക്ക് ഉണ്ട്. നമ്മളെ കാത്തിരിക്കാൻ വേണ്ടിട്ട് 1 വർഷം കഴിഞ്ഞു. ഐ ലവ് യു. ഡീ, ആരത്? ചേട്ടൻ. ആരടി ഇവൻ? ഏട്ടനെന്താ ഇവിടെ? ദുബായിലായിരുന്നല്ലേ? ഞാനിവിടെ വന്നോണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയത്. ഏതാടി ഈ മാക്കാച്ചി മോറ്? നമ്മളെങ്ങനെ കണ്ടിട്ടുണ്ട് മാകാച്ചി മോർണായിട്ട് തോന്നുന്നത്? നമ്മളെ ആംസം 2 6 പാക്ക് ഒക്കെ ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ മൊഞ്ചത്തി, നമ്മുടെ വൈഫ്. നമ്മുടെ വൈഫിനോട് മര്യാദക്കരപ്പെട്ടണം, നിങ്ങൾ വിവരം അറിയണ്ടാൻ. എങ്ങനെയുണ്ട് വൈഫി? എടാ മാക്കാച്ചി മോറ, നിനക്ക് നിന്റെ പെങ്ങളെ തന്നെ വേണം. ഇന്ന് നിന്നെ ശരിയാക്കും ഞാൻ. അയ്യോ മൊഞ്ചത്തി, ഞാൻ പോണ്. ഇടാ നിക്കടാ അവിടെ. നിന്ന് നിന്റെ അന്തിയോടാ. അയ്യോ കുക്കി, എന്നെ വിടാനുള്ള ഉദ്ദേശമല്ലേ? ഇല്ല, ഇന്ന് എല്ലാം കൊണ്ടും എന്റേത് മാത്രമായി തീരും. കുക്കി, എന്താ കിച്ചണിലെ പരിപാടി? എന്റെ തേതയ്ക്ക് വേണ്ടി ഞാനാ കുക്ക് ചെയ്യുന്നത്. എന്നെന്ത് തേത്ത ഒന്നുകൂടി ക്യൂട്ടാ. ഒന്ന് പോ കുക്കി, ഞാൻ സഹായിക്കാം. തേതേ, ജിമ്മിയുടെ കാര്യം എന്തായെന്ന് അറിഞ്ഞോ? അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവളെ കൊണ്ട് കെട്ടിക്കാൻ പോവാ.